ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞ് അഭി പറയുകയാണ്, ഇതെൻ്റെ കുഞ്ഞല്ലാന്ന് പറഞ്ഞ് തീർന്നില്ല. നമ്മുടെ നവ്യ കൊടുത്തു കേട്ടോ, ഓരോറ്റ പൊട്ടിയിൽ വെച്ചങ്ങ് കൊടുത്തു. ആ ഒരു പൊട്ടിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയും അഭിയും വെന്തുരുകി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ അഭി പറഞ്ഞു, നീ എന്താ കാണിച്ചത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ജലജയാണെങ്കിൽ, ഇവിടെ നിൽക്കുന്ന ആരും കണ്ടില്ലേ, ഇവള് ചെയ്തത് കണ്ടോ, എൻ്റെ മോൻ്റെ ദേഹത്ത് ഇവള് കൈവച്ചു, ഇവളെൻ്റെ മോനെ അടിച്ചു, ഇവളെ ഈ വീട്ടിൽ ഇനി ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കണ്ടവൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്, കണ്ടെടുത്ത് നിരങ്ങി വന്ന് കയറി ഇവക്ക് ഇങ്ങനെയൊക്കെ കേൾക്കാനുള്ള അർഹത മാത്രമേ ഉള്ളൂ. അതിനും കാരണമുണ്ട്. ഈ ഫോട്ടോസിലൊക്കെ കണ്ടില്ലേ, ഈ ഫോട്ടോസിലിരിക്കുന്ന അവനായിരിക്കും ഈ കുഞ്ഞിൻ്റെ തന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ നവ്യയ്ക്ക്. കാരണം ഒരു പെണ്ണും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശൻ അവിടെ എണീറ്റിട്ട് പറഞ്ഞു, അല്ല, അഭിക്കൊരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്ത് തെറ്റാണുള്ളത്? അതിലൊരു തെറ്റുമില്ല. അവൻ ചോദിച്ചു മേടിച്ച അടിയാണത്. അവന് ഒരടിയുടെ കുറവുണ്ടായിരുന്നു, അതവൻ്റെ ഭാര്യയായിട്ട് തന്നെ കൊടുത്തു. ദേ അഭി, ഞാനൊരു കാര്യം പറയാം, നീ എന്തിനാടാ വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം പല്ലിടം കുത്തി നാറ്റിക്കുന്നത്? അതിൻ്റെ കാര്യം നിനക്കുണ്ടോ? ഒരിക്കലും അതിൻ്റെ കാര്യം നിനക്കില്ല. കാരണം ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റെതാണെന്ന് ഇവിടെ എല്ലാവർക്കും 100% ഉറപ്പുണ്ട്. പിന്നെ അറിയാലോ, നവ്യമോള് ഈ വീടിന് വെളിയിൽ പോലും ഇറങ്ങിപ്പോകാറില്ല. ഇവിടുത്തെ 2 മരുമകളും ഈ വീടിന് വെളിയിൽ ഇറങ്ങിപ്പോകാറില്ല. പിന്നെ എങ്ങനെ? അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ കയറി വന്നിട്ട്, ഇവളിറങ്ങി പോകണ്ടല്ലോ, വേറെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വീട്ടിൽ വിളിച്ച് കയറ്റാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നയന് ചെന്നിട്ട്, ദേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ ചേച്ചി അത്രക്കാരിയല്ല, എൻ്റെ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യത്തുമില്ല, അതിൻ്റെ എല്ലാ കാരണങ്ങളും സഹിതം ഞങ്ങളിവിടെ ബോധ്യപ്പെടുത്തിയതാണല്ലോ, അതുമല്ല ഞങ്ങൾ മാത്രമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും ഒക്കെ, ഇത് പക്ഷേ ആദർശേട്ടനും എല്ലാ സത്യങ്ങളും അറിയാവുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ ആരുടെയോ കൈകളുണ്ട്, അതാരാണെന്ന് ഏതായാലും ഉടനെ കണ്ടുപിടിക്കും, അപ്പോഴീ പ്രശ്നത്തിനൊരു പരിഹാരം ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ജലജയും അഭിയും കടിച്ചു തൂങ്ങി തുള്ളി കിടക്കുകയാണ്. അങ്ങനെ അഭി അവിടെ നിന്ന് പോയി. അഭിയുടെ പുറകെ നമ്മുടെ ജലജ ചെന്നിട്ട് പറഞ്ഞു, നീ കാരണമാടാ, നീ ഒറ്റ ഒരുത്തം കാരണം ഇതൊക്കെ സംഭവിച്ചത്, കാരണം വേറെ ഒന്നുമല്ല, നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, നിനക്ക് കള്ള് കുടിച്ചിട്ട് വന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇല്ലല്ലോ, നിനക്ക് സ്വയം ബോധമുള്ളപ്പം വന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവൻ കള്ള് കുടിച്ച് കുറേ ഷോ ഇറക്കി, എന്ത് ചെയ്യാനാ, ഇതുപോലൊരു കുരുന്നാണല്ലോ ഇതുപോലെ വിഷവിത്താണല്ലോ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചത്. എടാ, നിനക്ക് ശകലമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ കള്ള് കുടിക്കാതെ നിവർന്ന് നട്ടലുയർത്തി പറയുമായിരുന്നു എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ അമ്മ ഈ വക കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം എല്ലാ പുരുഷന്മാരും ടെൻഷൻ കയറി കള്ളു കുടിക്കുന്നതല്ലേ, അപ്പം ഞാൻ കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാ. വേണ്ട, നിൻ്റെ ഒറിജിനാലിറ്റി ഇവിടെ വിളമ്പരുത്. ഇനിയിപ്പം ദേ അവൾ യഥാർത്ഥത്തിൽ ഗർഭിണിയാ. ആ ഗർഭം ഇനി എങ്ങനെ കളയാനാ എനിക്കറിയില്ല. ഒരു ഗർഭം കളയാൻ നോക്കി, പക്ഷേ അത് കള്ളഗർഭമായിരുന്നു, പക്ഷേ ഇത് ഒറിജിനൽ ഗർഭമാണ്. നിനക്ക് അവളോട് സ്നേഹമില്ലതാനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനും ആകാൻ പോകുന്നു. ഇതിനൊക്കെ ഞാൻ നിന്നെയാ പറയേണ്ടത്. നിനക്ക് വല്ല ബോധമുണ്ടോടാ? നീ കള്ളു കുടിച്ച് ദിവസങ്ങൾ വന്നിട്ട് നീ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് നിനക്കറിയാമോ? അവളേതായാലും അത് മുതലെടുത്തു. അവൾക്കതുകൊണ്ട് ഇനി എന്താ ഇവിടെ പിടിച്ചു നിൽക്കാം. നമ്മളെക്കാൾ കൂടുതലും ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള അർഹതയുള്ളത് ഇപ്പം നയനയ്ക്കും നവ്യയ്ക്കുവാ. അത് നീ മനസ്സിലാക്കിക്കോ. അമ്മ കൂടെ ഈ കാര്യം പറയുന്നുണ്ടല്ലോ. അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതായാലും ഇവിടെയുള്ള എല്ലാവരും എന്നെ ആദർശേട്ടനെയും അതുപോലെ തന്നെ അനീനെയൊക്കെ പോലെയല്ലേ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കാണൂലടാ. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ആയിപ്പോയി നിൻ്റെ ജീവിതം. നീ കാരണം എനിക്കും സമാധാനം ഇല്ലാതായിപ്പോയി. സമാധാനക്കേട് മാത്രമാണ് നീ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയുടെ ചുമലിൽ എല്ലാ ഭാരങ്ങളും കുറ്റങ്ങളും ഒക്കെ ഇങ്ങനെ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ നയനയ്ക്ക് വലിയ സന്തോഷമായി. അപ്പം നയനയാണെങ്കിൽ ഈ സന്തോഷ വിവരം വീട്ടിലേക്കൊന്ന് വിളിച്ച് പറയണമല്ലോ. അപ്പം വീട്ടിലേക്ക് വിളിച്ച് പറയാൻ തുടങ്ങുകയാണ്. വീട്ടിലായിക്കോട്ടെ, അവർക്കിപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ നന്ദുവിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ. അപ്പം നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നന്ദുവിനോട് ഇനി വേറൊരു കോഴ്സ് പഠിക്കണം, കോഴ്സ് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം, എന്നിട്ടൊരു വിവാഹം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക.
അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാ ഇത്, അമ്മയ്ക്ക് ഇപ്പോഴും എൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ നേരമുള്ളൂ, എന്നെ അങ്ങ് വെറുതെ വിടമ്മേ എന്നിങ്ങനെ പറഞ്ഞപ്പം നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാനിനി ഇല്ലില്ല, നിന്നെ വെറുതെ വിട്ടതൊക്കെ മതിയായി. കാരണം വേറെ ഒന്നുമല്ല മോളെ, എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തരം താഴ്ന്ന ജീവിക്കുന്നത്. നിൻ്റെ കാര്യത്തിലെങ്കിലും എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കണം, നിൻ്റെ ജീവിതം അതെനിക്ക് സേഫ് ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നയനെ ഫോൺ വിളിക്കുന്നത് കേട്ടോ. അപ്പം നയനെ ഫോൺ വിളിച്ചു എടുത്തു. ജലജ സോറി കനകദുർഗയാണ് കേട്ടോ. കനകദുർഗ എടുത്തു. പേര് വല്ലതും മാറ്റി ഇടയ്ക്ക് പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ. കനകദുർഗ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അല്ല ചോദിച്ചു, എന്താ മോളെ, എന്താ ഇങ്ങോട്ട് വിളിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹേയ് ഒരു പ്രശ്നമില്ല, ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതെന്ന് പറഞ്ഞു. എന്താ മോളെ സന്തോഷ വാർത്ത? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കനകദുർഗയുടെ മനസ്സിൽ ഓടിയെത്തിയത് ഇനിയിപ്പം നയന ഗർഭിണിയാണോ എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ്. അപ്പം എന്താ സന്തോഷ വാർത്ത മോള് പറഞ്ഞോളാൻ പറയുമ്പം അതേ നമ്മുടെ ചേച്ചിയും ഗർഭിണിയാണ്, നവ്യേച്ചി ഗർഭിണിയാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നവ്യയോ, അത് സത്യമാണോ അതോ ഇനിയിപ്പം കള്ളമാണോ? സത്യമായിട്ടും ഇനി കള്ളം പറയില്ല അമ്മേ ചേച്ചി, ഇത് ഗർഭിണി തന്നെയാണ്. ഡോക്ടർ വന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് നോക്കി, ഇത് ഫാമിലി ഡോക്ടർ പറഞ്ഞ പോലെയൊന്നും അല്ല, വേറൊരു ഡോക്ടറാണ് വന്നത്, അത് മുത്തച്ഛൻ്റെ കെയർ ഓഫിലാണ്. അപ്പം പിന്നെ പറയാനൊന്നുമില്ലല്ലോ, ഗർഭിണി തന്നെയാണ്, അമ്മേ സന്തോഷിക്കാനുള്ള വകയുണ്ടമ്മേ എന്ന് പറഞ്ഞപ്പം നമ്മുടെ കനകദുർഗയ്ക്ക് ഒത്തിരി സന്തോഷമായി. കനകദുർഗ അപ്പം തന്നെ പറഞ്ഞു, അതേ ഗോവിന്ദേട്ട, നമ്മുടെ മോളെ നവ്യ ഗർഭിണിയാണെന്ന് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി നമ്മുടെ ഗോവിന്ദനും. അങ്ങനെ നമ്മുടെ കനകദുർഗ പറഞ്ഞു, ഞാൻ അച്ഛനോട് പറയുമായിരുന്നു ഈ സന്തോഷ വാർത്ത, ഏതായാലും മോളെ സൂക്ഷിക്കണം കേട്ടോ, മോളെ അവിടെ ഉള്ളൂ, ദേ അവൾ സത്യം പറഞ്ഞ ഒരു പൊട്ടിപ്പെണ്ണ, അവൾക്കൊന്നും അറിയില്ല, മോള് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അതിന് അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, അമ്മ 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കുക, ചേച്ചിക്ക് ഒരു സന്തോഷമാവട്ടെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മോളെ ശരിയാവുന്നത്? ഞാൻ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ, ഇടയ്ക്ക് അവിടെ വന്ന് നിന്നിട്ട് എൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല, അതൊന്നും സാരമില്ലമ്മേ, വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് നമ്മുടെ ചേച്ചിയുടെ സന്തോഷം നോക്കിയാൽ പോരെ, അമ്മ ധൈര്യമായിട്ട് ഇങ്ങ് പോരെ എന്നൊക്കെ പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നവ്യയുടെ ഗർഭത്തിനെക്കുറിച്ച് തന്നെയാണ് അവിടെ ചർച്ച നടക്കുന്നത്. അപ്പം നമ്മുടെ മുത്തച്ഛയും കൂടുതൽ കരുതലും തീരുമാനങ്ങളും ഒക്കെ എടുക്കുകയാണ്. കാരണം ഇനി ഒറിജിനലായിട്ട് അവിടെ ഒരു പേരക്കുട്ടി വരാൻ പോവുകയാണ്, ഇത്രയും നാളും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇനി ഒറിജിനൽ തന്നെയാണ്. അങ്ങനെ പിന്നെ നവ്യയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്, നീ ഏതായാലും എല്ലാം സഹിച്ചേ പറ്റൂ മോളെ, കാരണം മോള് തന്നെയാണ് മോളുടെ ഈ ജീവിതം തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് മോളെല്ലാം സഹിക്കണം, കടിച്ചു പിടിച്ച് നിൽക്കണം, പിന്നെ ഇതൊക്കെ മാറും, പിന്നെ അറിയാലോ അഭിയുടെ സ്വഭാവം, അതൊക്കെ മോള് വേണം ഇനി മാറ്റിയെടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത് വേറെ ആരും കാരണമല്ല, അത് അവൾ കാരണം തന്നെയാണല്ലോ, അതിനെക്കുറിച്ചൊന്നും എന്നെ കൂടുതൽ ഓർമ്മിപ്പിക്കാതിരിക്കുന്ന നല്ലത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കനകദുർഗയും അഭിയും കൂടി ഇങ്ങ് വന്നു. കനകദുർഗയും അഭിയും ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാം ഇവിടെ എല്ലാവരും എന്നെ വീണ്ടും പുറപ്പോക്കായിട്ട് തന്നെയാണ് കാണുന്നത്, അതിൻ്റെ കാരണം സഹിതം എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തച്ഛൻ പറഞ്ഞു, ഇവിടെ കൂടുതൽ ഇനി ആ ഒരു സംസാരം ഇനി ഇവിടെ വേണ്ട ജലജ, നിന്നെ ഇവിടുത്തെ മകളായിട്ടും ഇവൻ ഇവിടുത്തെ കൊച്ചുമകനായിട്ടും തന്നെ ഞങ്ങൾ കണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊരു രീതിയിലും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ നിൻ്റെ ഈ ഒരു പെരുമാറ്റത്തിലൊക്കെയാണ് ഞാൻ ഈ വീട് ഭാഗം വെക്കാമെന്ന് വരെ തീരുമാനിച്ചത്, അത് നിനക്കറിയാമല്ലോ, ഈ വീട് ഭാഗം വെക്കണം, അതാ വേണ്ടത്, കാരണം ഈ കൂട്ടുകുടുംബമൊക്കെ ഇപ്പം അതൊന്നും അത്രയ്ക്ക് നല്ല രീതിയിൽ പോവില്ലെന്ന് എനിക്കറിയാം, ഞാനുള്ളപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ, ഞാൻ ഇല്ലാത്തപ്പോൾ ഇവിടെ എന്തായിരിക്കും അവസ്ഥ എന്നും എനിക്കറിയാം, പക്ഷേ അതിന് ആദർശമോൻ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ഈ വീടിപ്പം കീറി മുറിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കനകദുർഗ കയറി വരുന്നു പലഹാരങ്ങളും ഒക്കെ ആയിട്ട്. കനകദുർഗ ഓടി വന്നിട്ട് മോളേന്നും പറഞ്ഞ് നവ്യേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല ദേവയാനിക്ക്. കനകദുർഗ ആ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ദേവയാനിക്കും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ മുത്തച്ഛനും പെട്ടെന്ന് മകളുടെ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ എത്തിയില്ലോ അച്ഛനും അമ്മ. ഏതായാലും മക്കൾക്കൊരു സന്തോഷമാകട്ടെ, നവ്യ ഒരുപാട് നാളായില്ലേ ഇങ്ങനെ കനകദുർഗേനെ സ്നേഹിച്ചിട്ട്, നവ്യയുടെ ഈ മാറ്റം ഞങ്ങൾക്കും ഏകദേശം കുറേ ആശ്വാസമൊക്കെ തരുന്നുണ്ട് കേട്ടോ, നവ്യ നന്നായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ വന്ന് മകളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, എന്നിട്ട് വാ മോളേന്നും പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അകത്തേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് മുത്തച്ഛനും ഒരു ചെറിയ പേടി, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കനകദുർഗ അറിയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നയനിയോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, നീ ചേച്ചിയോട് ചെന്ന് പറ, ഇവിടെ നടന്ന കാര്യമൊന്നും പറയരുതെന്ന് മോള് ചേച്ചിയോട് ചെന്ന് പറയാൻ പറഞ്ഞു. പറയാം മുത്തച്ഛാന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി പോവുക നമ്മുടെ നയന. അതിന് മുമ്പായിട്ട് തന്നെ നവ്യ ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ കനകദുർഗയോട് പറയാൻ തുടങ്ങി. അപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ കരയുന്നതൊക്കെ കണ്ടപ്പം
നമ്മുടെ കനകദുർഗയ്ക്ക് സഹിച്ചില്ല കേട്ടോ. അങ്ങനെ കനകദുർഗ ചോദിച്ചു എന്താ മോളേന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇവിടെ വലിയ പ്രശ്നമുണ്ടമ്മേന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നയന വന്നിട്ട് വേണ്ട ചേച്ചി വേണ്ട, അതൊന്നും ഇവിടെ പറയണ്ട, ഇവിടെ ഒരു പ്രശ്നമില്ലമ്മേ, ചേച്ചി ചുമ്മാ പറയുന്നതെന്ന് പറയപ്പം നമ്മുടെ നവ്യ പറഞ്ഞു എന്തിനാ ഇനി മോളെ നമ്മൾ ഒളിപ്പിച്ച് വെക്കണം, ഒന്നും ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. ഈ നവ്യേച്ചി എല്ലാ സത്യങ്ങളും ഇനി അമ്മയോട് പറയാൻ പോവാ, ഇനി ആരോടും ഒന്നും ഒളിപ്പിച്ച് വെച്ച് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ സത്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കനകദുർഗയ്ക്ക് ഒട്ടും സഹിച്ചില്ല. കനകദുർഗയാണെങ്കിൽ ഉറഞ്ഞു തുള്ളി. ഓഹോ അങ്ങനെയാണോ, അവൻ പറഞ്ഞോ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവൻ്റെ അല്ലെന്ന്, എങ്കിൽ പിന്നെ മോളിനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ എന്തിനാ മോള് നിൽക്കുന്നത്, മോൾ ഇവിടെ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, മോളിനി എൻ്റെ കൂടെ പോന്നോ, അവിടെ മോൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ നയന പറഞ്ഞു വേണ്ടമ്മേ, എന്തിനാ അമ്മ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, മുത്തച്ഛൻ്റെ അവസ്ഥ അറിയാലോ, ആ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതമ്മേ, നമുക്കിതെങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാം, അവൻ്റെ കാര്യം നോക്കണ്ട, അഭിനെക്കുറിച്ച് അറിയാലോ, അവൻ അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ അന്ന് പറഞ്ഞത് അവൻ്റെ അല്ലാതെയൊന്നും ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇല്ല മോളെ, ഇതെനിക്കിവിടെ സംസാരിച്ചേ പറ്റൂ, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് നവ്യേനയും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു ഹോളിലേക്ക്. അവിടെ എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു എൻ്റെ മോൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, നവ്യമോളെ ഞാൻ കൊണ്ടുപോവുക, എനിക്ക് ഒരു ഉറപ്പുമില്ല, എൻ്റെ കുഞ്ഞിനിവിടെ സന്തോഷവും സമാധാനവും കിട്ടും, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുമെന്ന്, അതിനിടയിലായിട്ട് ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി, എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ വളരുന്ന കുരുന്നിനെ കൊല്ലാൻ വേണ്ടി ഇവിടെ ഉള്ളവർ മടിക്കില്ല, അതാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തച്ഛൻ പറഞ്ഞു കനകദുർഗെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ, ഞാനൊരു കാര്യം പറയാം, നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് നാൾ ഇവിടെ നിൽക്കുക, ഏതായാലും നീ ഇവിടെ നിൽക്കുമ്പം നവ്യയ്ക്കൊരു സന്തോഷമാവും, നവ്യനെ കെയറും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ജലജയും അഭിയും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.